നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. L greater than E is equal to V greater than or equal to R is equal to U. E greater than U, U is equal to E. E greater than U, U is equal to E. Yes. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കൺക്ലൂഷൻസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഉള്ള രണ്ട് വേരിയബിൾസ്, അതായത് രണ്ട് കൺക്ലൂഷൻസിലുള്ള വേരിയബിൾസും സെയിം ആണ് അല്ലേ. ഒന്ന് ഇ ആണ്, ഒന്ന് യു ആണ്. രണ്ട് കൺക്ലൂഷൻസിലും സെയിം ആണ്. അപ്പോൾ ഐദർ ഓർ കേസ് ആവാനുള്ള സാധ്യതയുണ്ട്. ആവാം, ആവാതിരിക്കാം, അതിനൊരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ. യെസ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇയും യുവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് അറിയേണ്ടത്. സോ നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതാണ് കൺസിഡർ ചെയ്യാൻ പോണത്. രണ്ട് ഈക്വൽ സൈനും ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു ഇൻഡെഫിനിറ്റ് സിമ്പലും ആണുള്ളത്. സോ ഈക്വൽ സൈനും അതിൻ്റെ കൂടെ ആര് മത്സരിച്ചാലും ആരാണ് ജയിക്കാൻ പോകുന്നത് നമുക്കറിയാം. ഈക്വൽ സൈൻ ആണ് ഏറ്റവും വീക്കായ സൈൻ അല്ലേ. അപ്പോൾ ഇൻഡെഫിനിറ്റ് സിമ്പൽ ആയിരിക്കും ജയിക്കാൻ പോണത് ഈ ഒരു സിറ്റുവേഷനിൽ. സോ നമുക്ക് എന്ത് കിട്ടും? ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു യു എന്ന് കിട്ടും. ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു യു എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു യു എന്നുള്ളത് എന്താണ്? ഒരു ഇൻഡെഫിനിറ്റ് ആയ ഒരു റിലേഷൻഷിപ്പാണ്. നമുക്കറിയാം ഐദർ ഓർ കേസ് വരുമ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ നോ റിലേഷൻഷിപ്പ് ആയിരിക്കും. നോ റിലേഷൻഷിപ്പ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും നമുക്ക് ഐദർ ഓർ കേസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് ഐദർ ഓർ കേസ് ഉണ്ടാവും അല്ലേ. എന്താണ് ഐദർ ഓർ കേസിൻ്റെ കണ്ടീഷൻസ്? വേരിയബിൾസ് സെയിം ആയിരിക്കണം. രണ്ട് കൺക്ലൂഷൻസിൽ അവർ കമ്പയർ ചെയ്യണ വേരിയബിൾസ് സെയിം ആയിരിക്കണം. പിന്നെന്താണ്? ഇൻഡിവിജ്വലി അത് റോങ് ആയിരിക്കണം. ആ രണ്ട് കൺക്ലൂഷൻസും നമ്മൾ ക്ലബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടേണ്ട കൺക്ലൂഷൻ എന്താണോ അത് നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ട കൺക്ലൂഷൻ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ആണ്. ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ആണ് കിട്ടണേ. സോ നമുക്ക് എന്ത് പറയാം? ഇത് ഐദർ ഓർ കേസ് ആണെന്ന് നമുക്ക് പറയാം. ഈ ഒരു കേസ് എന്താണ്? ഐദർ ഓർ കേസ് ആണെന്ന് നമുക്ക് പറയാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ലെസ് ദാൻ യുവും യു ഈസ് ഈക്വൽ ടു ഇ ഇങ്ങനെയാണ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് ഐദർ ഓർ കേസ് അല്ല. കാര്യം നമുക്ക് എന്താ പറയുക, ഇയും യുവും സെയിം വേരിയബിൾസ് ആണ്, അത് ഇൻഡിവിജ്വലി റോങ് ആണ്. പക്ഷേ ഇത് രണ്ടും ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടേണ്ട കൺക്ലൂഷൻ അല്ല കിട്ടണം അല്ലേ. ഇവിടെ കിട്ടേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ആണ്. പക്ഷെ കൺക്ലൂഷൻ ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു കിട്ടും. അപ്പോൾ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എന്നുള്ളത് റോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ ഐദർ ഓർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് വരും? നെയ്തർ വൺ നോർ ടു ഫോളോസ്. മനസ്സിലായോ? യെസ്. L less than H less than or equal to B less than P is equal to J. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണല്ലേ. യെസ്, വേണ്ട, ഇത് വേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. F greater than H, H is equal to W less than Q less than or is equal to Z less than X greater than or is equal to C. നമ്മുടെ കൺക്ലൂഷൻസ് F greater than Q, Q greater than F. ഓക്കെ, F greater than Q, Q greater than F. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഐദർ ഓർ കേസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം രണ്ടിൻ്റെയും വേരിയബിൾസ് സെയിം ആണ് അല്ലേ. ഇവിടെ നമ്മുടെ റിലേഷൻഷിപ്പ് എഫും ക്യൂവും തമ്മിലാണ്. നോക്കിക്കോളൂ, ഇവിടെ നമ്മുടെ ഗ്രേറ്റർ സൈൻ ഉണ്ട്, ലെസ് സൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സിമ്പിൾസ്. ഇവിടെ ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ. നമ്മുടെ ഡെഫിനിറ്റ് സിമ്പിൾസ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഇവിടെ നോ റിലേഷൻഷിപ്പ് ആണ് ആക്ച്വലി. അപ്പോൾ നോ റിലേഷൻഷിപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി പെയേഴ്സ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു greater than or equal to less than or equal to greater than or less than equal to. ഇതാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി പെയേഴ്സ്. ഈ രീതിയിൽ നമുക്ക് അവർ കൺക്ലൂഷൻസ് തരുമ്പോഴായിരിക്കും അതെന്താവണേ, കംപ്ലീറ്റ് അത് രണ്ടും ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആക്ച്വൽ കൺക്ലൂഷൻ നമുക്ക് കിട്ടണേ. ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാനും ഉണ്ട്, ലെസ് ദാനും ഉണ്ട്.
ഗ്രേറ്റർ ദാനും ഉണ്ട് ലെസ് ദാനും ഉണ്ട്, പക്ഷെ നമുക്ക് ഈക്വൽ സൈൻ ഇല്ല. സോ അതുകൊണ്ട് എന്താണ്, നെയ്തർ 1 nor 2 ഫോളോസ് ആണ്. മനസ്സിലായല്ലോ? ഐദർ ഓർ കേസ് അല്ല, നെയ്തർ 1 nor 2 ഫോളോസ് ആണ്. യെസ്. E less than or is equal to F greater than C greater than or is equal to B. T less than or is equal to C greater than H. First conclusion T less than F. രണ്ടാമത്തെ conclusion E less than B. Yes. നോക്കിക്കോളൂ. ഇവിടെ ആദ്യത്തെ കൺക്ലൂഷൻ എന്താണ്? കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെന്റ് അപ്രോച്ച് ആണ് എപ്പോഴും ഇൻഇക്വാലിറ്റീസിൽ നല്ലത്. യെസ്. അപ്പോൾ T less than F ആണ് നമുക്ക് ആവശ്യം, ടിയും എഫും ആണ്. ഓക്കെ, ടി ലെസ് ദാൻ എഫിലേക്ക് പോണതിന് മുമ്പ് നമുക്ക് ഇയും ബിയും നോക്കാം. കാരണം ഇയും ബിയും സെയിം സ്റ്റേറ്റ്മെന്റിലുണ്ട് അല്ലേ? ഇയും ബിയും നമുക്ക് സെയിം സ്റ്റേറ്റ്മെന്റിലുണ്ട്. ഇ ലെസ് ദാൻ ബി ആണ് കിട്ടേണ്ടത്. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ സിമ്പിൾസ്. സോ ഈ കൺക്ലൂഷൻ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്, അല്ലെങ്കിൽ ന്യൂ റിലേഷൻഷിപ്പ് ആണ്. നമുക്ക് അതിന് റോങ് ആയ കൺക്ലൂഷൻ ആണെന്ന് പറയാം. ഇനി ടി ലെസ് ദാൻ എഫ്. ടി ലെസ് ദാൻ എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ടിയും എഫും ആണ് വേണ്ടത്. ഇവിടെ ടിയും സിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്, ടിയും സിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇവിടെ എഫും സിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. സോ നമുക്ക് നോക്കാം. ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, ലെസ് ദാൻ എഫ് ആണ്. നമുക്ക് ഇത്രയും കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ എഫും സിയും ഉണ്ട്, ഇവിടെ ടിയും സിയും ഉണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആവശ്യമുള്ള വേരിയബിൾസ് ഏതാണ്? ടിയും എഫും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഞാൻ നോക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ടിയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ എഫും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. സോ അതിന് രണ്ടിനെയും മാത്രം ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, എഫ് ഗ്രേറ്റർ ദാൻ സി. ഈ രണ്ട് റിലേഷൻസിനെ മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്യണത്. കാരണം എനിക്ക് ആവശ്യം എഫും ടിയും ആണ്. സോ അതുകൊണ്ട് ഞാൻ ആരെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇ വേണ്ട, ബി വേണ്ട, എച്ച് വേണ്ട, ഈ കണ്ട വേരിയബിൾസ് ഒന്നും ഞാൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് രണ്ടിനെയും ഞാൻ ക്ലബ് ചെയ്യുമ്പം എഫ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുമ്പോൾ അത് സി ലെസ് ദാൻ എഫ് ആണ്. സോ എനിക്ക് എന്ത് കിട്ടും? ടി ലെസ് ദാൻ എഫ് എന്ന് കിട്ടും. സോ ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ്? ഫസ്റ്റ് കൺക്ലൂഷൻ റൈറ്റ് ആണ്. അപ്പോൾ ഓൺലി 1 ഫോളോസ് ആണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ ഓരോ ക്വസ്റ്റിനും ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻ ഞാൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. എത്ര കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്ര കൂടുതൽ നമുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത്രയും നമ്മുടെ സ്പീഡ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ്സ് നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആവും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഓരോ പ്രോബ്ലം ഞാൻ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആ പ്രോബ്ലം സെൽഫായി സോൾവ് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ആൻസർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. യെസ്. Z less than B less than or equal to T, K greater than G less than or equal to S is equal to T. ആദ്യത്തെ കൺക്ലൂഷൻ B greater than G, രണ്ടാമത്തെ കൺക്ലൂഷൻ G greater than or is equal to B. യെസ്. ഇവിടെ നമ്മുടെ വേരിയബിൾസ് സെയിം ആണ് അല്ലേ? വേരിയബിൾസ് സെയിം ആണ്. സോ ഐദർ ഓർ കേസ് ആവാം, അതിനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ കമ്പാരിസൺ ഇവിടെ ആരും തമ്മിലാണ്? നമ്മുടെ കമ്പാരിസൺ ബിയും ജിയും തമ്മിലാണ്. സോ കമ്പാരിസൺ ബിയും ജിയും ആവുമ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ ബിയുടെ റിലേഷൻഷിപ്പ് സെഡും ടിയും ആയിട്ടാണ് അല്ലേ? ബി കണക്റ്റ് ആയേക്കണ ആരുമായിട്ടാണ്? സെഡും ടിയും ആയിട്ടാണ്. ജി എന്ന് പറയുന്ന ആൾക്ക് കണക്ഷൻ കെ ആയിട്ടും ഉണ്ട്, അതേപോലെ ഡയറക്റ്റ് കണക്ഷൻ എസ് ആയിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ആയ ഒരു കണക്ഷൻ ആരുമായിട്ടുണ്ട്? ടിയും ആയിട്ടുണ്ട്. സോ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഈ ഒരു പാർട്ട് ഞാൻ കൺസിഡർ ചെയ്യും. രണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ ജിയും എസും ടിയും ഞാൻ കൺസിഡർ ചെയ്യുന്നു, ജിയും എസും ടിയും ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ബിയും ടിയും ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ബിയും ടിയും ആയിട്ടുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എനിക്ക് കിട്ടി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ജിയും ടിയും ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല, ഒരു ഇൻഡയറക്റ്റ് ആയ ഒരു കണക്ഷനാണ് അല്ലേ? ജിയും ടിയും ഒരു ഇൻഡയറക്റ്റ് ആയ ഒരു കണക്ഷനാണ്. അപ്പോൾ അതിൽ നിന്നൊരു ഡയറക്റ്റ് കണക്ഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഇവിടെ ജിയും എസും ഇൻഡെഫിനിറ്റ് സിമ്പിളാണ്, എസും ടിയും ഈക്വൽ സൈൻ ആണ്. ഇവിടെ യുദ്ധം ആര് തമ്മിലാണ്? ഒരു ഇൻഡെഫിനിറ്റ് സിമ്പിളും ഈക്വൽ സൈനും തമ്മിലാണ് യുദ്ധം. സോ ആര് ജയിക്കും? ഇൻഡെഫിനിറ്റ് സിമ്പിൾ ജയിക്കും. സോ നമുക്ക് പറയാം ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. ഇനി ഇത് രണ്ടിനെയും നമുക്ക് ക്ലബ് ചെയ്ത് എഴുതാം. ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി.
ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ആണ് അല്ലേ. ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ടി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ജി ആണ്. സോ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, സോ നോ റിലേഷൻഷിപ്പ് ആണ്. നോ റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമുക്ക് എന്താണ്, കോംപ്ലിമെന്ററി പെയർസ് ഉണ്ട്. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്, ബി ഗ്രേറ്റർ ദാൻ ജി തന്നിട്ടുണ്ട്. സോ ഗ്രേറ്റർ ദാൻ സൈൻ ഉണ്ട്. സോ ഗ്രേറ്റർ ദാൻ സൈൻ ആകുമ്പോൾ പിന്നെ വരേണ്ടത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. നോക്കാം, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എന്ന് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇതെന്താണ്, ഐദർ 1 or 2 ഫോളോസ് ആണ്. ഐദർ 1 or 2 ഫോളോസ്. മനസ്സിലായോ? യെസ്. അപ്പം എങ്ങനെയാണ് മോർ ദാൻ 1 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തരുമ്പോൾ അല്ലേ, മോർ ദാൻ 1 സ്റ്റേറ്റ്മെന്റ്സ് തരുമ്പോൾ ഏത് രീതിയിലാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഒന്നെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്ത പോലെ ഈ എലമെന്റിന് ഈ എലമെന്റുമായിട്ടാണ് റിലേഷൻ, ആ എലമെന്റുമായിട്ടാണ് റിലേഷൻ. ഇങ്ങനെ ഡയഗ്രാം വരച്ച് നമ്മൾ ചെയ്തില്ലേ, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ 2 പ്രോബ്ലം കാണിച്ചു തന്ന ആ ഒരു മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. യെസ്. H less than I greater than F is equal to G less than or equal to E greater than Q less than R is equal to A greater than less than P greater than T. I greater than or equal to P greater than I. Yes. Conclusion 1 conclusion 2 either or case ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം രണ്ടിൻ്റെയും വേരിയബിൾസ് സെയിം ആണ്. നമുക്ക് നോക്കാം, റിലേഷൻഷിപ്പ് ഐയും പിയും തമ്മിലാണ്. സോ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഐയും എൻഡ് പോയിന്റ് പിയും ആണ് അല്ലേ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സിമ്പിൾസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇവിടെ എന്ത് വരും, നോ റിലേഷൻഷിപ്പ് വരും. നോ റിലേഷൻഷിപ്പ് വരുമ്പം നമുക്കറിയാം കോംപ്ലിമെന്ററി പെയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. സോ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ തന്നിട്ടുണ്ട്, പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐയും തന്നിട്ടുണ്ട്, പി ഗ്രേറ്റർ ദാൻ ഐയും തന്നിട്ടുണ്ട്. 3 സിമ്പിൾസും കവറായി, ഗ്രേറ്റർ ദാനും കവറായി, ലെസ് ദാനും കവറായി, ഈക്വൽ സൈനും കവറായി. സോ അതുകൊണ്ട് ഇതെന്താണ്, ഇത് ഐദർ ഓർ കേസ് ആണ്. ഇതെന്താണ്, ഇത് ഐദർ ഓർ കേസ് ആണ്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. എക്സ് ഈസ് ഈക്വൽ ടു വൈ ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു യു ലെസ് ദാൻ വി ഇസ് ഈക്വൽ ടു എച്ച്. അതിൻ്റെ ഫസ്റ്റ് കൺക്ലൂഷൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി. അതിൻ്റെ സെക്കൻഡ് കൺക്ലൂഷൻ ആർ ലെസ് ദാൻ എച്ച്. യെസ്. ഓക്കെ, അപ്പോൾ ഈ 2 കൺക്ലൂഷൻസും ഐദർ ഓർ കേസിൽ വരാനുള്ള സാധ്യത ഇല്ല അല്ലേ, കാരണം രണ്ടുമിലെ വേരിയബിൾസ് ഡിഫറെൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം ഏതാണ്, നമുക്ക് ആദ്യം എക്സും ബിയും ആണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. ഫസ്റ്റ് കൺക്ലൂഷൻ റോങ് ആണല്ലേ. ഇവിടെ നമുക്ക് എന്താണ്, ഗ്രേറ്റർ ദാൻ സൈൻ ആണ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ ബി ആണ് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ് തന്നിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് എന്ന് വിചാരിക്കാം അല്ലേ. എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, നോട്ട് ഇങ്ങനെയല്ല, എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, എക്സ് ഗ്രേറ്റർ ദാൻ ബി ആണ്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആ കൺക്ലൂഷൻ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്, ആർ ലെസ് ദാൻ എച്ച് ആണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ കറക്റ്റ് ആണ്. സോ ഓൺലി 2 ഫോളോസ് ആണ് നമ്മുടെ ആൻസർ. ഓൺലി 2 ഫോളോസ് ആണ് നമ്മുടെ ആൻസർ. യെസ്. ഈസി ആണല്ലേ ഇനീക്വാലിറ്റീസ്, നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് ഫീൽ ചെയ്യണ്ടല്ലോ അല്ലേ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഈസി ആയി നമുക്ക് റീസണിങ് സെക്ഷനിൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഇൻഈക്വാലിറ്റീസ്, അതേപോലെ എന്താ പറയുക സിലജിസം, പിന്നെ നമുക്ക് എന്താ പറയാം ഡേറ്റ സഫിഷ്യൻസി, അതേപോലെ എന്താണ്
ആൽഫ ന്യൂമറിക് സീരീസ്, ഇങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പസിൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആണെങ്കിൽ അതും ഇപ്പോൾ ചിലപ്പോൾ എന്താ പറയുക 2-3 രീതിയിലുള്ള സീറ്റ് 2-3 കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ പസിൽസ് അല്ലെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ തരുമ്പം നമുക്ക് അത് വായിച്ച് മനസ്സിലാക്കി നമ്മളതിനെ പ്രോപ്പറായി അറേഞ്ച് ചെയ്യുക എന്നുള്ളതൊരു വലിയൊരു ടാസ്ക്കാണ്. നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ പസിൽസ് അല്ലെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യാന്ന് പറയണത് കുറച്ച് പാടാണ്. പക്ഷേ ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഒരു സെക്ഷനൊക്കെ ഇനീക്വാലിറ്റീസ് ആയാലും സിലജിസം ആയാലും ഡേറ്റ സഫിഷ്യൻസി ആയാലും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ആൽഫ ന്യൂമറിക് സീരീസ്, ഇങ്ങനത്തെ ടൈപ്പ് ഈ ഒരു ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതിലവർ ഒരുപാട് ക്വസ്റ്റ്യൻസും അവർ ചോദിച്ചിട്ടുണ്ടാവും. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Z ഗ്രേറ്റർ ദാൻ O ഇസ് ഈക്വൽ ടു G ലെസ് ദാൻ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു S ഗ്രേറ്റർ ദാൻ P. അപ്പോൾ എന്താണ്? Z ഗ്രേറ്റർ ദാൻ O ആണ് നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ. രണ്ടാമത്തെ കൺക്ലൂഷൻ P ഗ്രേറ്റർ ദാൻ G. ഓക്കെ, അപ്പോൾ ആദ്യം ആരാണ്? Z അല്ല, S ആണ്. ഓക്കെ, S ഗ്രേറ്റർ ദാൻ Oയും P ഗ്രേറ്റർ ദാൻ Gയും. യെസ്, ഇത് P ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഓയും എസ്സും ആണ്. നമുക്ക് എന്ത് കിട്ടും? O ലെസ് ദാൻ എസ് എന്ന് കിട്ടും അല്ലേ? യെസ്, നോക്കിക്കോളൂ. ഇവിടെ ഈക്വലും ഇവിടെ ഒരു ഡെഫിനിറ്റ് സിമ്പലും ആണ്. സോ ആര് ജയിക്കും? ഡെഫിനിറ്റ് സിമ്പൽ ജയിക്കും. ഈക്വലും ഡെഫിനിറ്റ് സിമ്പലും ആണ്. സോ ആര് ജയിക്കും? ഈക്വൽ ജയിക്കും. സോറി, ഡെഫിനിറ്റ് സിമ്പൽ ജയിക്കും. സോ O ലെസ് ദാൻ I എന്ന് കിട്ടി. ഇനി ഇവിടെ ഡെഫിനിറ്റ് സിമ്പലും ഇവിടെ ഇൻഡെഫിനിറ്റ് സിമ്പലും ആണ്. അപ്പോൾ ആര് ജയിക്കും? അപ്പോഴും ഡെഫിനിറ്റ് ആണ് ജയിക്കണത്. സോ O ലെസ് ദാൻ എസ് എന്ന് കിട്ടി. O ലെസ് ദാൻ എസ് എന്ന് പറയുമ്പം എസ് ഗ്രേറ്റർ ദാൻ O ആണ്. സോ ഫസ്റ്റ് കൺക്ലൂഷൻ കറക്റ്റ് ആണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കിക്കോളൂ. പിയും ജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്, ഇതാണ് നമ്മുടെ എൻഡിങ്. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സിമ്പിൾസ് ഉണ്ട്. സോ അതുകൊണ്ട് കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. സോ രണ്ടാമത്തെ കൺക്ലൂഷൻ എന്തായിരിക്കും? റോങ് ആയിരിക്കും. യെസ്, യെസ്, മോർ ദാൻ 25 പ്രോബ്ലംസ്, അതായത് ഐദർ ഓർ കേസസും നെയ്തർ നോർ കേസസും അല്ലെങ്കിൽ ബോത്ത് 1 and 2 ഫോളോസ്, ഓൺലി 1 ഫോളോസ്, ഓൺലി 2 ഫോളോസ് എന്നുള്ള ഈ ഒരു കാറ്റഗറിയിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 30-40 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യും. യെസ്, നോക്കുമ്പോൾ 1, 3, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 26, 28, 30, 32, 34, 36, 38, 40, 42, 44, 46, 48. യെസ്, ഓൾമോസ്റ്റ് നിയർലി 50 അല്ലെങ്കിൽ മോർ ദാൻ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ബേസിക്കായി ഈ ഒരു ടൈപ്പിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം അത് ഇനഫാണ്, മോർ ദാൻ ഇനഫാണ്. 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ബേസിക്കായി ഒരു ടൈപ്പിൽ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കോൺസെപ്റ്റ്സ് സ്ട്രോങ് ആവും. പിന്നെ ഉള്ളതെല്ലാം, പിന്നെ നമുക്ക് ഹൈ ലെവലിൽ ചോദിക്കണതെല്ലാം എന്താണ്? അതെല്ലാം ഇതിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ്. ഓരോ എക്സ്റ്റൻഷൻസിലും നമ്മൾ മോർ ദാൻ 25 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഓരോ സിലജിസത്തിൽ നമ്മൾ, എനിക്ക് തോന്നുന്നു ഓരോരോ ടൈപ്പിലും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഓൾമോസ്റ്റ് സിലജിസം എന്നുള്ള ആ ഒരു ടോപ്പിക്കിൻ്റെ താഴെ നമ്മൾ മോർ ദാൻ 100 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഇൻഈക്വാലിറ്റീസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലും ഓരോരോ ടൈപ്പിൽ ബേസിക് ടൈപ്പിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് 50 അല്ലെങ്കിൽ മോർ ദാൻ 50 എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ ഇതിന് ശേഷം കോഡഡ് ഇൻഈക്വാലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ റിവേഴ്സ് ഇൻഈക്വാലിറ്റീസ് ഉണ്ട്. ഇതിലെല്ലാം നമ്മൾ നിയർലി 50 ക്വസ്റ്റ്യൻസ് എന്തായാലും ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ എക്സ്റ്റൻഷനിലും ഓരോന്ന് ഡിസ്കസ് ചെയ്ത് വരുമ്പം നമ്മൾ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ മോർ ദാൻ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾക്ക് കുറേ പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടും. യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോൾ ഒരു 10-15ഓളം പ്രോബ്ലംസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഞാൻ ചെയ്യേണ്ട രീതികളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞ പോലെ വീഡിയോ പോസ് ചെയ്തിട്ട് സ്വയം ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോഴായിരിക്കും നമ്മൾ അറിയണം നമുക്ക് ഏതൊക്കെ ഏരിയാസിലാണ് ഡൗട്ട് ഉള്ളതെന്നുള്ളത്. യെസ്, J ലെസ് ദാൻ ഓർ ഈക്വൽ ടു V ലെസ് ദാൻ R ഗ്രേറ്റർ ദാൻ M. L greater than M is equal to I greater than or is equal to H. So നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ V greater than or is equal to H,
രണ്ടാമത്തെ കൺക്ലൂഷൻ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. സോ ഇവിടെ കാര്യം ഒരു വേരിയബിൾ രണ്ട് കൺക്ലൂഷനിലും സെയിം ആണ്, എച്ച് ഉണ്ട്, പക്ഷെ മറ്റേ വേരിയബിൾ സെയിം അല്ല. സോ അതുകൊണ്ട് എന്തായാലും എന്താവില്ല, ഐദർ ഓർ കേസ് ആവില്ല. എപ്പോഴാണ് ഐദർ ഓർ കേസ് ആവുന്നത്? രണ്ട് കൺക്ലൂഷൻസിലെയും രണ്ട് വേരിയബിളും സെയിം ആയിരിക്കണം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ആദ്യം വിയും എച്ചും ആണ്, രണ്ടാമത്തത് എച്ചും എമ്മും ആണ്. സോ രണ്ട് സിറ്റുവേഷൻസിലും ഇല്ല. രണ്ടാമത്തെ കൺക്ലൂഷൻ നമുക്ക് ആദ്യം നോക്കാം. രണ്ടാമത്തെ കൺക്ലൂഷനിൽ നമ്മൾ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി അല്ലേ. ഇവിടെ എം ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഇവിടെ എച്ച് ഉണ്ട്. സോ എം ആണ് സ്റ്റാർട്ടിങ്, എച്ച് ആണ് എൻഡിങ്. നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഈക്വൽ സൈൻ ആണ്, ഇവിടെ ഇൻഡെഫിനിറ്റ് ആണ്. ആര് ജയിക്കും? ഇൻഡെഫിനിറ്റ് ജയിക്കും. സോ എം ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു എച്ച്. എം ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു എച്ച് ആണ്. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. നമുക്കറിയാം എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് പറയുമ്പം എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. ഇതിന് നമ്മൾ തിരിച്ചെഴുതുമ്പോൾ അല്ലെ, ഈ രണ്ട് വേരിയബിൾസിന് നമുക്ക് തിരിച്ചെഴുതുമ്പോൾ നമുക്കിവിടെ എന്ത് സൈനാണോ ഉള്ളത് അതിനെയും നമ്മൾ തിരിച്ചെഴുതണം. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ തിരിച്ചെഴുതുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും. ഇവിടെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ ആവും. ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ആവും. മനസ്സിലായല്ലോ? അതായത് തന്നിട്ടുള്ളത് ഈ ഒരു ഓർഡർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ആണെങ്കിൽ രണ്ട് സിമ്പിൾസ്, ഇപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ ബി, എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി ആണെങ്കിൽ അതിൻ്റെ സിമ്പിൾ, അതിൻ്റെ ഈ വേരിയബിൾസ് നമ്മൾ തിരിച്ചെഴുതുമ്പോൾ സിമ്പിളും റിവേഴ്സ് ആവും. ഇവിടെ എന്താവും? ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആവും, ബി ലെസ് ദാൻ എ ആവും, ബി ഗ്രേറ്റർ ദാൻ എ ആവും. മനസ്സിലായോ? യെസ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്? രണ്ടാമത്തെ കൺക്ലൂഷൻ കറക്റ്റ് ആണ്. യെസ്. ഇനി വി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു എച്ച് അല്ലേ. വി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു എച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം വി ഇവിടെയാണ്, എച്ച് ഇവിടെയാണ്. ഇനി ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഏതൊക്കെ പാർട്സ് ആണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് നോക്കിക്കോളൂ. വിക്ക് ഡയറക്റ്റ് കണക്ഷൻ ജെയുമായിട്ടും ആറുമായിട്ടുമാണ്. നമ്മൾ ആദ്യം എപ്പോഴും ഡയറക്റ്റ് കണക്ഷൻസ് ഉണ്ടോ എന്നാണ്, അത് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ്. ഇവിടെ നമുക്ക് ആവശ്യം വിയും എച്ചും ആണ്. സോ നമ്മൾ ആദ്യം വിയുടെയും എച്ചിൻ്റെയും ഡയറക്റ്റ് കണക്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യും. സോ ഡയറക്റ്റ് കണക്ഷൻസിലൊക്കെ ഏതെങ്കിലും കോമൺ ആയ വേരിയബിൾ ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണത്. സോ ഞാനിവിടെ വി ഞാൻ നോക്കുമ്പോൾ വിയുടെ ഡയറക്റ്റ് കണക്ഷൻ ജെയും ആയിട്ടാണ്, ഒന്ന് ആറും ആയിട്ടാണ്. ഓക്കെ അല്ലേ? വി ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ജെയും ആറും. പക്ഷെ എച്ചിൻ്റെ കാര്യം പറയുമ്പം എച്ച് ഡയറക്ട്ലി കണക്റ്റഡ് ആരുമായിട്ടാണ്? ഐയും ആയിട്ടാണ്. ഈ ജെയും ആറും ഐയും ഈ മൂന്നിലൊന്നും കോമൺ ആയിട്ടൊന്നും നമുക്ക് പറയാനില്ല. ഓക്കെ, ഇനി ഞാൻ രണ്ടാമത്തത് ഞാൻ നോക്കുമ്പോൾ വീന് എമ്മുമായിട്ട് ഒരു ഇൻഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. വീന് ആരുമായിട്ടാണ്? വീന് എമ്മുമായിട്ട് ഒരു ഇൻഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ എച്ചിനും എമ്മുമായിട്ട് ഒരു ഇൻഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ ഭാഗവും ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ ഭാഗവും ഞാൻ കൺസിഡർ ചെയ്യുന്നു അല്ലേ. വി തൊട്ട് എം വരെ ഉള്ളതും എം തൊട്ട് എച്ച് വരെയുള്ള പാർട്ടും ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ തന്നെ എന്താണ്? രണ്ട് ഡയറക്ഷനിലാണ്. ഇവിടെ തന്നെ രണ്ട് ഡയറക്ഷനിലുണ്ട്. നമുക്കറിയാം രണ്ട് ഡയറക്ഷൻ ആയി കഴിഞ്ഞാൽ എന്ത് വരും? നോ റിലേഷൻഷിപ്പ് വരും. സോ ആദ്യത്തെ കൺക്ലൂഷൻ എന്താണ്? റോങ് ആണ്. മനസ്സിലായോ? യെസ്. അപ്പം ഞാനിവിടെ പറയണ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ കാര്യങ്ങൾ എവിടെയാണോ ഏത് ലോജിക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് അപ്ലൈ ചെയ്ത് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം നിങ്ങൾക്ക് 30 സെക്കൻഡ്സ് പോലും നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ട. യെസ്. എഫ് ഇസ് ഈക്വൽ ടു ഡി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി ഗ്രേറ്റർ ദാൻ ആർ ഗ്രേറ്റർ ദാൻ വി less than or equal to A greater than or equal to B. അതേപോലെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് I less than V greater than N. യെസ്. ഓക്കെ, സോറി കൺക്ലൂഷൻ എഴുതിയില്ല. എഫ് ഗ്രേറ്റർ ദാൻ സി ആദ്യത്തെ കൺക്ലൂഷൻ. രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്? ഡി ഗ്രേറ്റർ ദാൻ ഐ. ഓക്കെ, എഫ് ഗ്രേറ്റർ ദാൻ സിയും
ഡി ഗ്രേറ്റർ ദാൻ ഐ. ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കുമ്പം എഫ് ആണ് സ്റ്റാർട്ടിങ്, സെയിം സ്റ്റേറ്റ്മെന്റ്, ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫസ്റ്റ് കൺക്ലൂഷന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെ. എഫും സിയും ആണ് വരേണ്ടത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. പക്ഷെ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഗ്രേറ്റർ ദാൻ എന്നാണ് തന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് റോങ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് എഫ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, എഫ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ മീനിങ് എഫ് ഗ്രേറ്റർ ദാൻ സി ആണ്. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായ കൺക്ലൂഷൻ ആണ്. മനസ്സിലായല്ലോ? യെസ്. രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കാം. നമ്മുടെ കൺക്ലൂഷൻ, നമ്മുടെ റിലേഷൻഷിപ്പ് ആരും തമ്മിലാണ് ചോദിച്ചിട്ടുള്ളത്? ഡിയും ഐയും തമ്മിലാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ റിലേഷൻഷിപ്പ് ഡിയും ഐയും തമ്മിലാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കോളും. അപ്പൊ ഐയുടെ കാര്യം ഞാൻ നോക്കുമ്പം ഐന് വിയു ആയിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, ഐന് വിയു ആയിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, എല്ലു ആയിട്ട് ഒരു ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. പിന്നെ ഡി ആണ്, ഡിയുടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എഫും സിയും ആണ്. സോ എഫും സിയും വിയും ഐയും ആയിട്ട് ഒരു രീതിയിലും കണക്റ്റഡ് അല്ല. ഐയും ആയിട്ട് ആക്ച്വലി കണക്റ്റഡ് ആയത് വിയും അല്ലെങ്കിൽ എല്ലും ആണ്. ഡയറക്റ്റ് കണക്ഷൻ വിനും ഇൻഡയറക്റ്റ് കണക്ഷൻ എല്ലിനുമാണ്. യെസ്. ഇനി ഞാൻ ഇവിടെ നോക്കുവാണ്, ഡിക്ക് സിയും ആയിട്ട് കണക്ഷൻ ഉണ്ട്, സിക്ക് ആറുമായിട്ട് കണക്ഷൻ ഉണ്ട്, ആറിന് വിയു ആയിട്ട് കണക്ഷൻ ഉണ്ട്. സോ അപ്പം നമുക്ക് പറയാം ഡീന് വിയു ആയിട്ട് ഒരു ഇൻഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. സോ ഞാൻ എന്താണ് ഈ രണ്ട് റിലേഷൻസ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഡി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി, ഗ്രേറ്റർ ദാൻ ആർ, ഗ്രേറ്റർ ദാൻ വി. അതേപോലെ രണ്ടാമത്തത് എന്താണ്? ഐ ലെസ് ദാൻ വി ആണ്. രണ്ടാമത്തത് ഐ ലെസ് ദാൻ വി ആണ്. സോ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ ഡിയും വിയും തമ്മിൽ നമുക്ക് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. സോ ഞാൻ അതിൽ നിന്നൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഞാൻ ആദ്യം ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഇവിടെ എനിക്കൊരു ഇൻഡെഫിനിറ്റ് സിമ്പലും രണ്ട് ഡെഫിനിറ്റ് സിമ്പലും ആണ് ആരാണ് ജയിക്കാൻ പോണേ? ഡെഫിനിറ്റ് സിമ്പലാണ് ജയിക്കാൻ പോണേ. സോ നമുക്ക് ഡി ഗ്രേറ്റർ ദാൻ വി എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡി ഗ്രേറ്റർ ദാൻ വി എന്ന് കിട്ടും. യെസ്. അപ്പൊ ഡി ഗ്രേറ്റർ ദാൻ വി ഇവിടെ എന്താണ്? ഐ ലെസ് ദാൻ വി ആണ്. ഐ ലെസ് ദാൻ വി എന്ന് പറഞ്ഞാൽ വി ഗ്രേറ്റർ ദാൻ ഐ ആണ്. സോ ഇവിടെ ഇങ്ങനെ കിട്ടി. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടി? ഡി ഗ്രേറ്റർ ദാൻ ഐ കിട്ടി. കറക്റ്റ് ആണ്. ഇനി അതല്ല, നിങ്ങൾ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾ ഡിറൈവ് ചെയ്തില്ല, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾ ഡിറൈവ് ചെയ്തില്ല, നിങ്ങൾ ഇതിൻ്റെ കൂടെ എഴുതുവാണെങ്കിലും കുഴപ്പമില്ല, വി ഗ്രേറ്റർ ദാൻ ഐ. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനുശേഷം നിങ്ങൾക്ക് ഡിയും ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം. ഇവിടെ 3 ഡെഫിനിറ്റും ഒരു ഇൻഡെഫിനിറ്റും ആണ്. ആര് ജയിക്കും? യെസ്, ഓഫ് കോഴ്സ് ഡെഫിനിറ്റ് ആണ് ജയിക്കാൻ പോണേ. സോ ഡി ഗ്രേറ്റർ ദാൻ ഐ. മനസ്സിലായല്ലോ? യെസ്. P greater than or is equal to Q greater than or is equal to C greater than or is equal to D greater than or is equal to L is equal to E. Okay. P greater than L, P is equal to L. Either or കേസിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ? പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്താ? കാരണം സെയിം വേരിയബിൾസ് ആണ്, രണ്ട് വേരിയബിൾസും സെയിം ആണ് രണ്ട് കൺക്ലൂഷനിൽ. സോ ഇവിടെ ആകെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, പിയും എല്ലും തമ്മിലാണ് റിലേഷൻ. സോ ഇവർ രണ്ടുപേരും തമ്മിലാണ് റിലേഷൻ. ഇവർ രണ്ടുപേരും തമ്മിലാണ് റിലേഷൻ. സോ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ പി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ക്യൂ, ഇവിടെ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ആണ് അല്ലേ? പി തൊട്ട് എല്ല് വരെ എല്ലാ സിമ്പിൾസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും പി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ആയിരിക്കും. പി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ആയിരിക്കും. ഇവർ ഈ ഒരു കൺക്ലൂഷന് രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം എനിക്ക് ഈ കൺക്ലൂഷനാണ് കിട്ടണേ. സോ അതുകൊണ്ട് ഇതെന്താവും? ഐദർ ഓർ ആവും. മനസ്സിലായോ? അതുകൊണ്ട് ഇതെന്താവും? ഐദർ ഓർ ആവും. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രേറ്റർ ദാൻ ഒ ഇസ് ഈക്വൽ ടു ഐ ഗ്രേറ്റർ ദാൻ ഡി ഇസ് ഈക്വൽ ടു എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു is equal to n less than x greater than y is equal to p. D greater than n, D is equal to n. Yes.
ഐദർ ഓർ കേസ് ആവാം അല്ലേ, ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ട് വേരിയബിൾസും സെയിം ആണ്, രണ്ട് കൺക്ലൂഷൻസിൽ രണ്ട് വേരിയബിൾസും സെയിം ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ റിലേഷൻഷിപ്പ് ഡിയും എന്നും ആണ്. സോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്, ഇതാണ് നമ്മുടെ എൻഡിങ് അല്ലേ. രണ്ട് ഈക്വൽ സൈനും ഒരു ഇൻഡെഫിനിറ്റും ആണ്. ആര് ജയിക്കും? ഇൻഡെഫിനിറ്റ് ജയിക്കും. സോ ഇൻഡെഫിനിറ്റിന് അവർ എങ്ങനെ തന്നിട്ടുണ്ട്? ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നിന് അവർ ഡി ഗ്രേറ്റർ ദാൻ എൻ അല്ലെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു എൻ രണ്ട് കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്. മൂന്ന് ഐദർ ഓർ കേസിൻ്റെ മൂന്ന് കണ്ടീഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യണ്ട അല്ലേ. ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? സെയിം വേരിയബിൾ ആയിരിക്കണം രണ്ട് കൺക്ലൂഷൻസിനും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? അത് എന്താ പറയുക, ഇൻഡിവിജ്വലി റോങ് ആയിരിക്കണം, രണ്ട് കൺക്ലൂഷൻസും ഇൻഡിവിജ്വലി റോങ് ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ അതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടേണ്ട കൺക്ലൂഷൻ എന്താണോ അത് നമുക്ക് കിട്ടണം. മൂന്നും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണതുകൊണ്ട് ഇത് എന്തായിരിക്കും? ഇത് ഐദർ ഓർ ആയിരിക്കും. ഇത് ഐദർ ഓർ ആയിരിക്കും. യെസ്. A is equal to B, C less than or is equal to F, G greater than C, B less than F. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 4 കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്, 4 കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്. സോ അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഏതൊക്കെയാണ് റോങ് എന്നുള്ളത് മാത്രം നമുക്ക് കണ്ടുപിടിക്കാം. എഫ് ലെസ് ദാൻ ബി, എഫ് ഗ്രേറ്റർ ദാൻ ജി, എ ഗ്രേറ്റർ ദാൻ ജി, A greater than C, A greater than C. യെസ്, നോക്കിക്കോളൂ. നമുക്കിവിടെ 4 കൺക്ലൂഷൻസ് ഉണ്ട്. ഏതാണ് കറക്റ്റ് എന്ന് മാത്രം, ഏതൊക്കെയാണ് കറക്റ്റ് ഏതൊക്കെയാണ് റോങ് എന്ന് മാത്രം നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഓപ്ഷൻസിൽ നമുക്ക് 1ഉം 2ഉം അല്ലേ ഉള്ളൂ. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. എയും ബിയും ഉണ്ട്, ബിയും എഫും തമ്മിൽ, എയും ബിയും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, ബിയും എഫും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതേപോലെ സിയും എഫും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, സിയും ജിയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മുടെ ആദ്യത്തെ കൺക്ലൂഷൻ എന്താണ്? എഫും ബിയും ആണ്. സോ എഫും ബിയും നമുക്ക് തന്നിട്ടുണ്ട്. ബി ലെസ് ദാൻ എഫ് എന്നാണ് തന്നിട്ടുള്ളത്. ബി ലെസ് ദാൻ എഫ് എന്നാണ് തന്നിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? എഫ് ഗ്രേറ്റർ ദാൻ ബി ആണ്. സോ ഫസ്റ്റ് കൺക്ലൂഷൻ റോങ് ആണ്. ഫസ്റ്റ് കൺക്ലൂഷൻ റോങ് ആണ്. രണ്ടാമത്തത് ആരെയാണ് കണക്ട് ചെയ്യുന്നത്? എഫിനെയും ജീനെയുമാണ് കണക്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം എഫിനെയും ജീനെയും എന്ന് പറയുമ്പോൾ ഇവിടെ എഫും സിയും തമ്മിൽ റിലേഷൻ ഉണ്ട്, ജിയും സിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. എഫും സിയും തമ്മിൽ റിലേഷൻ ഉണ്ട്, ജിയും സിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. സോ ഞാൻ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൺസിഡർ ചെയ്യാൻ പോണത്. സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്, അതേപോലെ ജി ഗ്രേറ്റർ ദാൻ സി. ജി ഗ്രേറ്റർ ദാൻ സി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജി കൊടുക്കാം. ജി ഗ്രേറ്റർ ദാൻ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. ഇത് കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്, കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ് അല്ലേ, കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. യെസ്. ഇനി എ ഗ്രേറ്റർ ദാൻ ജി. എ ഗ്രേറ്റർ ദാൻ ജി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും അല്ലേ. എക്ക് ബിയും ആയിട്ടാണ് റിലേഷൻ, ബിന് എഫും ആയിട്ടാണ് റിലേഷൻ, എഫിന് സിയും ആയിട്ടാണ് റിലേഷൻ, സിക്ക് ജിയും ആയിട്ടാണ് റിലേഷൻ. സോ എ ഈസ് ഈക്വൽ ടു ബി ഞാൻ എഴുതി. അവിടെ ബി ലെസ് ദാൻ എഫും തന്നിട്ടുണ്ട്. സോ ഞാൻ അത് എഴുതി. ഇവിടെ എനിക്ക് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്ന് തന്നിട്ടുണ്ട്. സോ എഫ് വിത്ത് റെസ്പെക്ട് ടു എഫ് പറയുമ്പോൾ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. പിന്നെ അതേപോലെ ജി ഗ്രേറ്റർ ദാൻ സി എന്ന് തന്നിട്ടുണ്ട്. സോ സി ലെസ് ദാൻ ജി ആണ്. അപ്പോൾ എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കിട്ടി. സോ എ ഗ്രേറ്റർ ദാൻ ജി എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ഇതും കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ് അല്ലേ, ഇതും കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. അതേപോലെ എ ഗ്രേറ്റർ ദാൻ സിയും കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. അപ്പോൾ എന്താണ്? ഒന്നും കറക്റ്റ് അല്ല. ഈ 4 കൺക്ലൂഷൻസും നമുക്ക് റോങ് ആണ്. ആദ്യത്തെ കൺക്ലൂഷൻ റോങ് ആണ്, കംപ്ലീറ്റ്ലി റോങ് ആണ്. ബാക്കിയുള്ളത് എന്താണ്? നമുക്ക് നോ റിലേഷൻഷിപ്പ് എന്നുള്ള കാറ്റഗറിയിൽ വന്നതാ. സോ ഈ 4 കൺക്ലൂഷൻസും റോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്, മനസ്സിലായല്ലോ. ഇങ്ങനത്തെ മോർ ദാൻ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഷൻസിൽ തന്നിട്ടുള്ളത് മാത്രം, ആവശ്യമുള്ളത് മാത്രം എടുത്തെടുത്ത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും ക്ലബ് ചെയ്ത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഷൻസ് ചെയ്യാം.
എപ്പോഴും ബെസ്റ്റ് അപ്രോച്ച് ഞാൻ പറഞ്ഞല്ലോ, കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് ബെസ്റ്റ് അപ്രോച്ച്. കാരണം നമുക്ക് അവർ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ള എല്ലാ വേരിയബിൾസിൻ്റെയും ആവശ്യം നമുക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് എപ്പോഴും കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെന്റ് അപ്രോച്ച് ആണ് ബെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. സിലജിസത്തിലും അങ്ങനെയാണ്, കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെന്റ് അപ്രോച്ച് ആണ് നമുക്ക് എപ്പോഴും ബെസ്റ്റ്. എങ്ങനെയാണ് കൺക്ലൂഷൻസ് വെച്ച് സിലജിസം പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ, കൺക്ലൂഷൻസിൽ നിന്ന് സ്റ്റേറ്റ്മെന്റിലേക്ക് എങ്ങനത്തെ ഒരു അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. യെസ്, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. K greater than or is equal to M greater than W greater than or is equal to T less than or equal to Y less than Q. ആദ്യത്തെ കൺക്ലൂഷൻ T less than Q, രണ്ടാമത്തെ കൺക്ലൂഷൻ T less than K. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ റിലേഷൻ ടിയും ക്യൂ ആണ്. സോ എവിടെയാണ് സ്റ്റാർട്ടിങ്? ടി ഇവിടെയാണ് സ്റ്റാർട്ടിങ്, ക്യൂ ഇവിടെയാണ് എൻഡിങ്. സോ ഇവിടെ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ക്യൂ, ഒരു ഇൻഡെഫിനിറ്റ് സിമ്പലും ഒരു ഡെഫിനിറ്റ് സിമ്പലും ആണുള്ള. ആരാണ് ജയിക്കാൻ പോണേ? ഡെഫിനിറ്റ് സിമ്പലാണ് ജയിക്കാൻ പോണേ, ടി ലെസ് ദാൻ ക്യൂ. ഇനി ടിയുടെയും കെയുടെയും കാര്യം വരുമ്പോൾ ഈ ഡയറക്ഷൻ ആണ് അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്, കെ ആണ് നമ്മുടെ സ്റ്റാർട്ടിങ്, ടി ആണ് നമ്മുടെ എൻഡിങ്. രണ്ട് ഇൻഡെഫിനിറ്റും ഒരു ഡെഫിനിറ്റും കൊണ്ട് ആരാണ് ജയിക്കാൻ പോണേ? ഡെഫിനിറ്റ് ആണ് ജയിക്കാൻ പോണേ. കെ ഗ്രേറ്റർ ദാൻ ടി എന്ന് പറയുമ്പോൾ ടി ലെസ് ദാൻ കെ ആണ്. അപ്പോൾ രണ്ടാമത്തെ കൺക്ലൂഷനും കറക്റ്റാണ്. മനസ്സിലായല്ലോ? യെസ്. I is equal to H greater than or is equal to B greater than or is equal to N less than D greater than L. നമ്മുടെ കൺക്ലൂഷൻസ് എന്താ? B less than N, അതേപോലെ രണ്ടാമത്തെ കൺക്ലൂഷൻ L greater than H. അപ്പോൾ ഇവിടെയും നമുക്കൊരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. നമുക്ക് ബിയും എന്നും നോക്കുമ്പോൾ അല്ലേ, ബിയും എന്നും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റായ റിലേഷൻഷിപ്പാണ്. ബിയും എന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കൺക്ലൂഷൻ ബി നോട്ട് ലെസ് ദാൻ എൻ എന്ന് തന്നായിരുന്നെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നു അല്ലേ. ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺക്ലൂഷൻ ബി നോട്ട് ലെസ് ദാൻ എൻ എന്ന് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ബി ലെസ് ദാൻ എൻ എന്നാണ് തന്നത്, സോ അത് റോങ് ആണ്. പിന്നെ എല്ലും എച്ചും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ രണ്ടെണ്ണം ഈ ഡയറക്ഷനിലേക്കാണ്, ബാക്കി ഒരെണ്ണം ആ ഡയറക്ഷനിലേക്കാണ്, വേറെ ഒരെണ്ണം ഈ ഡയറക്ഷനിലേക്കാണ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ട്, നോ റിലേഷൻഷിപ്പ് ആണ്. സോ അതുകൊണ്ട് അതും റോങ് ആണ്. മനസ്സിലായല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. C less than or equal to L is equal to E less than or equal to R less than or equal to K is equal to P greater than or equal to A. P is equal to C, C less than P. ഓക്കെ, either or കേസ് ആവാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ C ആണ് നമ്മുടെ സ്റ്റാർട്ടിങ്, P ആണ് നമ്മുടെ എൻഡിങ് അല്ലേ. ഇനി നമ്മളിവിടെ നോക്കുമ്പോൾ ഈക്വൽ സൈൻ ഉണ്ട്, അത് കൂടാതെ ഒരു ഇൻഡെഫിനിറ്റ് സിമ്പൽ ആണ് ഉള്ളത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി എന്ന് നമുക്ക് കിട്ടും അല്ലേ. സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് സി ലെസ് ദാൻ പി എന്ന് എഴുതാം, സി ഈസ് ഈക്വൽ ടു പി എന്ന് എഴുതാം. ഇവിടെ രണ്ട് കൺക്ലൂഷൻസിലെയും രണ്ട് വേരിയബിൾസും സെയിം ആണ്, രണ്ടും ഇൻഡിവിജ്വലി റോങ് ആണ്. അതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടേണ്ട കൺക്ലൂഷൻ ആണ് നമുക്ക് കിട്ടണേ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഐദർ ഓർ കേസ് ആണ് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? യെസ്. ഇവിടെ ചിലപ്പോൾ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി അല്ലേ, നമുക്കിവിടെ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി എന്നാണ് തന്നത്. ചിലപ്പോൾ അവർ എന്ത് തരും എന്ന് വെച്ചാൽ സി നോട്ട് ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി എന്ന് തരും.
ചിലപ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെ ആയിരിക്കും. ഓപ്ഷൻസ് പി ഈസ് ഈക്വൽ ടു സി, ഒരു ഓപ്ഷൻ പി ഈസ് ഈക്വൽ ടു സി എന്നായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ സി നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി എന്നായിരിക്കും. സി നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ സിമ്പലും ഉണ്ട്, ഈക്വൽ സൈനും ഉണ്ട്. സോ അത് രണ്ടും ഒഴിവാക്കിയിട്ടുള്ള മൂന്നാമത്തെ സിമ്പൽ ആയിരിക്കും നമ്മുടെ ആൻസർ. സോ സി ലെസ് ദാൻ പി. അതുകൊണ്ട് എന്താണ് ആ കൺക്ലൂഷൻ? അതുകൊണ്ട് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി, നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടതും സി ലെസ് ദാൻ പി എന്നാണ്. സോ അങ്ങനെയാണെങ്കിലും ഇത് ഏത് കാറ്റഗറിയിൽ വരും? ഐദർ ഓർ കേസിൽ വരും. മനസ്സിലായി? ക്വസ്റ്റ്യൻസ് അവർ കോംപ്ലിക്കേറ്റഡ് ആക്കണത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് അവർ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കി നമുക്ക് തന്നത് ഈ രീതിയിലൊക്കെ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമ്മളെ ആൻസർ ചെയ്യാൻ നമ്മളെ എലിജിബിൾ ആക്കുക എന്നുള്ളതാണ്. സി ലെസ് ദാൻ ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി is equal to yes greater than a greater than or equal to p greater than or equal to q. q less than d, c less than a. Okay. നോക്കിക്കോളൂ, ഇവിടെ നമുക്കൊരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ക്യൂ ഡി യു ആണ് ഫസ്റ്റ് കൺക്ലൂഷൻ. സോ ഡി ആണ് സ്റ്റാർട്ടിങ്, ക്യൂ ആണ് എൻഡിങ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഈക്വൽ സൈൻ ഉണ്ട്, ഡെഫിനിറ്റ് സിമ്പിൾ ഉണ്ട്, ഇൻഡെഫിനിറ്റ് സിമ്പിൾ ഉണ്ട്. ആരുടെ കൂടെ? ഡെഫിനിറ്റിൻ്റെ കൂടെ ഇൻഡെഫിനിറ്റ് മത്സരിക്കുമ്പോഴും ഡെഫിനിറ്റിൻ്റെ കൂടെ ഈക്വൽ മത്സരിച്ചാലും ആര് ജയിക്കും? ഡെഫിനിറ്റ് ആണ് ജയിക്കാൻ പോണത്. സോ ഡി ഗ്രേറ്റർ ദാൻ ക്യൂ എന്ന് കിട്ടും. ഡി ഗ്രേറ്റർ ദാൻ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ ലെസ് ദാൻ ഡി ആണ്. സോ ഫസ്റ്റ് കൺക്ലൂഷൻ കറക്റ്റാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കാം. രണ്ടാമത്തെ കൺക്ലൂഷൻ സിയും എയും ആണ്. സോ നമ്മുടെ സ്റ്റാർട്ടിങ് ഇതാണ്, നമ്മുടെ എൻഡിങ് ഇതാണ്. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ട്. സോ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ കൺക്ലൂഷൻ റോങ് ആണ്. സോ എന്താണ് നമ്മുടെ ആൻസർ? ഓൺലി വൺ ഫോളോസ്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. I greater than or equal to n is equal to t greater than or is equal to e greater than l greater than or equal to g greater than m. g less than n, I greater than or equal to l. ഓക്കെ. ഇവിടെ ഐദർ ഓർ കേസിന് ഒരു പോസിബിലിറ്റി ഇല്ല, കാരണം വേരിയബിൾസ് ഡിഫറെൻ്റ് ആണ്. സോ നമ്മുടെ ആദ്യത്തത് ജിയും എന്നും ആണ്. സോ എന്നും ജി. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഈക്വൽ സൈൻ ഉണ്ട്, പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഡെഫിനിറ്റ് സിമ്പിൾ ഉണ്ട്, ഇൻഡെഫിനിറ്റ് സിമ്പിൾ ഉണ്ട്, ഈക്വൽ സൈൻ ഉണ്ട്. സോ ആര് ജയിക്കും? ഡെഫിനിറ്റ് ആണ് ജയിക്കാൻ പോണത്. എൻ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ജി, എൻ ഗ്രേറ്റർ ദാൻ ജി ആണ്. സോ ജി ലെസ് ദാൻ എൻ ആണ്. ആദ്യത്തെ കൺക്ലൂഷൻ കറക്റ്റാണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ ഐയും എല്ലും തമ്മിലാണ്. ഇത് ഐ ആണ്, ഇവിടെ എൽ ആണ് നമ്മുടെ എൻഡിങ്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഡെഫിനിറ്റ് ഉണ്ട്, ഇൻഡെഫിനിറ്റ് ഉണ്ട്, ഈക്വൽ സൈൻ ഉണ്ട്. ജയിക്കാൻ പോണത് ഡെഫിനിറ്റ് ആണ്, പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഇൻഡെഫിനിറ്റ് ആയ റിലേഷൻഷിപ്പാണ്. സോ അതുകൊണ്ട് അത് റോങ് ആണ്. മനസ്സിലായല്ലോ? യെസ്. നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്നുണ്ടല്ലോ അല്ലേ? ഇൻഈക്വാലിറ്റീസ് എന്നുള്ള ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ ഈസി ആയി തോന്നുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, നമുക്കതവിടെ ഡിസ്കസ് ചെയ്യാം. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഈസ് ഈക്വൽ ടു ഇ ലെസ് ദാൻ എഫ് ലെസ് ദാൻ ജി ഗ്രേറ്റർ ദാൻ എൽ ഈസ് ഈക്വൽ ടു എം ഗ്രേറ്റർ ദാൻ എച്ച് ലെസ് ദാൻ പി ലെസ് ദാൻ കെ. എം ഗ്രേറ്റർ ദാൻ ഇ, അതേപോലെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അങ്ങനെ രണ്ട് കൺക്ലൂഷൻസ് ആണ് നമുക്കുള്ളത്. നോക്കിക്കോളൂ. നമ്മുടെ ആദ്യത്തെ കൺക്ലൂഷൻ ആരും തമ്മിലാണ്? ആദ്യത്തെ കൺക്ലൂഷൻ എമ്മും ഇയും തമ്മിലാണ്. സോ ഇതാണ് ഈ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. സോ നമുക്കിവിടെ എന്ത് കിട്ടും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ
സോ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്, റോങ് ആണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ എയും കെയും ആണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആണ് നമ്മുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. കുറേ സൈൻ ലെഫ്റ്റിലേക്കാണ് നോക്കിയിരിക്കണേ, കുറേ സൈൻ റൈറ്റിലേക്കാണ് നോക്കിയിരിക്കണേ. സോ അതുകൊണ്ട് കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. സോ രണ്ടാമത്തെ കൺക്ലൂഷനും എന്താണ്? രണ്ടാമത്തെ കൺക്ലൂഷനും റോങ് ആണ്. സോ നെയ്തർ 1 nor 2 ഫോളോസ്. യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. C less than D, E greater than or is equal to B, B greater than D, A less than E. അല്ലേ? കൺക്ലൂഷൻസ് B greater than or equal to C, രണ്ടാമത്തെ കൺക്ലൂഷൻ A less than D. യെസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ് ആരും തമ്മിലാണ്? ബി ലെസ് ദാൻ, ബിയും ഡിയും സിയും തമ്മിലാണ്. രണ്ടാമത്തത് എയും ഡിയും തമ്മിലാണ്. സോ അതുകൊണ്ട് ഐദർ ഓർ കേസിന് ഒരു സാധ്യതയില്ല. സോ ആദ്യത്തെ റിലേഷൻഷിപ്പ് ബിയും സിയും തമ്മിലാണ്. നോക്കിക്കോളൂ, ബിയും ഡിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഡിയും സിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റും ആണ് കൺസിഡർ ചെയ്യാൻ പോണേ. നോക്കിക്കോളൂ, ബി ഗ്രേറ്റർ ദാൻ സി, സി ലെസ് ദാൻ ഡി ആണ്. ബി ഗ്രേറ്റർ ദാൻ സി, സി ലെസ് ദാൻ ഡി ആണ്. സോ നമുക്കിങ്ങനെ കിട്ടും, കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. അല്ലേ? കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. യെസ്. അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് എയും ഡിയും ആണ്. അപ്പോൾ എയുടെയും ഡിയുടെയും കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കൺസിഡർ ചെയ്യേണ്ടി വരും തോന്നുന്നു. എയും ഇയും കണക്റ്റഡ് ആണ്, ഇയും ബിയും കണക്റ്റഡ് ആണ്, ബി ഡിയും ആയിട്ടാണ് കണക്റ്റഡ്. ഓക്കെ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും വേണ്ട, ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാം. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും വേണ്ട, ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്താൽ മതി. എ ലെസ് ദാൻ ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ഗ്രേറ്റർ ദാൻ ഡി. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എ ലെസ് ദാൻ ഇ കിട്ടും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി കിട്ടും. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ഇതും കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. മനസ്സിലായോ? സോ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് ആരുമായിട്ടാണ് കണക്റ്റഡ്, അത് അവർ തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയ റിലേഷൻഷിപ്പ് ആണോ, അത് ആരുമായിട്ടാണ് കണക്റ്റഡ്, അങ്ങനെ നമുക്കൊരു കണക്ഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. യെസ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2 സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ എല്ലാം കമ്പൈൻ ചെയ്ത് എഴുതിയിട്ട്, ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എല്ലാം ആദ്യമേ തന്നെ നിങ്ങൾ കമ്പൈൻ ചെയ്ത് എഴുതണം. കമ്പൈൻ ചെയ്ത് എഴുതിയിട്ട് നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്യാം. യെസ്. പി ഗ്രേറ്റർ ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു എസ് ലെസ് ദാൻ ടി ഇസ് ഈക്വൽ ടു യു. ക്യൂ ഗ്രേറ്റർ ദാൻ എസ്, എസ് ഇസ് ഈക്വൽ ടു ക്യൂ. അല്ലേ? ഐദർ ഓർ ആവാം. കാരണം 2 കൺക്ലൂഷൻസിലെയും 2 വേരിയബിൾസും എന്താണ്? സെയിം ആണ്. സോ ഇവിടെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, ക്യൂവും ആറും ആണ്, ക്യൂവും എസ്സും ആണ് നമുക്ക് ആവശ്യം. സോ ഇത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കിട്ടി. ഒരു ഇൻഡെഫിനിറ്റും ഈക്വലും ആണ്, ഇൻഡെഫിനിറ്റ് ആയിരിക്കും ജയിക്കാൻ പോണേ. സോ ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു എസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ക്യൂ ഗ്രേറ്റർ ദാൻ എസ്, എസ് ഈസ് ഈക്വൽ ടു ക്യൂ അല്ലെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു എസ് എല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഇതെന്താണ്? ഐദർ ഓർ കേസ് ആണ്. മനസ്സിലായല്ലോ? ഐദർ 1 or 2 ഫോളോസ്, അതായിരിക്കും നമ്മുടെ ആൻസർ. യെസ്.